ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ മാരേജിന് മുമ്പ് നമ്മളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മെഹന്തി ഡേ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവൾക്ക് ഇടാൻ വേണ്ടി കൊടുത്ത ആ ഒരു സാരി എന്ന് പറയുന്നത് അവളുടെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ സാരിയാണ്. അപ്പോൾ അതൊരു 10-25 വർഷം പഴക്കം കാണും, കല്യാണ സാരിയാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇട്ടിട്ടുള്ള ആ ഒരു സാരി എന്ന് പറയുന്നത് നമ്മൾ ഉമ്മമാരുടെ കല്യാണ സാരികളൊക്കെയാണ്. അപ്പം നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് പണ്ടത്തെ ആ ഒരു വെഡ്ഡിങ് വൈബ്സ് റീക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും വിചാരിച്ച ടൈമിന് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വേഗം സാരിയൊക്കെ വേറെതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് റീൽസൊക്കെ ആക്കാമെന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പണ്ടത്തെ റേഡിയോയും കാസറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ. നമുക്ക് ഫോട്ടോ ഷൂട്ട് പണ്ടത്തെ ആ ഒരു ഓഡിറ്റ് വീട്ടിൽ നിന്നൊക്കെ എടുക്കാമെന്നുള്ള ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എവിടെയും ആ വീഡിയോ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ ബീച്ചിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ബീച്ചിലേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. ബ്രൈഡ് തലയിലിട്ടിട്ടുള്ള ഈ ഒരു സാധനം എന്ന് പറയുന്നത് അവളുടെ ഉമ്മാൻ്റെ പണ്ടത്തെ കല്യാണത്തിനിട്ട ആ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് അതൊക്കെ ഉപകാരമായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലേക്കാണ്. നമ്മൾ മെഹന്തിയും വെത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ റീൽസ് ആക്കിയിട്ടുണ്ടായിരുന്നു, കുറേ റീൽസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി വേണമെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം, അതിൽ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ വേറെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ഉമ്മൻ്റെ കല്യാണ സാരിയാണ്. സാരി ആയത് കാരണം നമ്മളെല്ലാവരും കൂടെ സ്കാർഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ സാരി എടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഡിഫറെൻറ്റ് കളേഴ്സും ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റേഡിയോ. അപ്പോൾ നമ്മൾ ഇതും പിടിച്ച് നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മെഹന്തിയുടെ എന്നുള്ള പോസ്റ്ററും സ്റ്റാൻഡൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം ബീച്ചിൽ നിന്നും കൂടെ അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടുക്കലൊരു വലിയ ഓർമ്മ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കസിന് എല്ലാവരും കൂടെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അത്യാവശ്യം നല്ല മഴ വരാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു, കാർമേഘമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് നമ്മൾ മിക്കവാറും അവിടെ എത്തുമ്പോഴത്തേക്ക് മഴ പെയ്യുന്നു. എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു, 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ സാരിയൊക്കെ കെട്ടി വെച്ച് നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്നുള്ളത് നമുക്കൊരു ടാസ്ക് തന്നെയായിരുന്നു. അവസാനം നമ്മളങ്ങനെ ബീച്ചിലേക്ക് എത്തിപ്പെട്ടു. നമ്മളവിടെ ഓടിട്ടൊരു ഇത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു അതൊരു വീടാണെന്നാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയ സമയത്ത് മനസ്സിലായി അതൊരു പണ്ടത്തെ സ്കൂളാണെന്നാണ്. അത്യാവശ്യം പൊട്ടിപ്പൊളിന് ആ ഒരു പരുവത്തിലുണ്ടായിരുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയ ആ ഒരു ആംബിയൻസ് കിട്ടിയോണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ അട്ടി വെച്ച റൊട്ടിയാണൊക്കെ പോയത് കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരുടെയും സാരി കൊളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും സാരി ശരിയാക്കാൻ വേണ്ടി നിന്നു. പിന്നെ നമ്മൾ നേരെ ആ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്കൂളിൻ്റെ കോലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോർഡിൽ പാത്തുവിൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എഴുതിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ. ഞാൻ ഇതിൻ്റെ സോങ് ഇവിടെ കൊടുക്കുന്നില്ല, കൊടുത്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. നമ്മളെല്ലാവരും കൂടെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒരു വിൻറ്റേജ് വൈബ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ബ്രൈഡിൻ്റെ കൂടെ കുറേ വീഡിയോ ഫോട്ടോ ഷൂട്ട് ചെയ്തു. ഇൻഡിവിജ്വലായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ കസിന ഇസ്മായിലാണ്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവൻ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉദ്ദേശിച്ച പോലത്തെ വീഡിയോയും ഫോട്ടോ ഒക്കെ കിട്ടിയത് കാരണം നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു റീൽ നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അതിന് മ്യൂസിക് കൂടെ കൊടുത്താൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാത്തുവിൻ്റെ മെഹന്തി ഡേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.